തുടർച്ചയായിട്ട് ക്യാപ്റ്റൻ രാജുവിന് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കോംപ്ലക്സ് ആരൊക്കെയോ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്തോ പറഞ്ഞ് അത് ഹരിയുടെ ശബ്ദം കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരം വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ചെയ്യരുതെന്ന്. അന്നത്തെ കാലത്ത് ഈ ഇവരുടെയൊക്കെ അതിപ്രസരം ഉണ്ടായിരുന്നു. ജയൻ്റെയും നസീർ സാറിൻ്റെയും ഒക്കെ സത്യമാഷല്ല, ഇവരുടെയൊക്കെ അതിപ്രസരം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ നായകനെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലാന്ന് എനിക്ക് തോന്നാം. ഹീറോ ആയില്ലെങ്കിലും ഹീറോയായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ ശബ്ദമെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നൊരു മാനസിക സംതൃപ്തി എന്നിലെ കലാകാരനിലുണ്ടായി. അപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. കൊടിയേറ്റം പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഷവലി, വാർദ്ധക്യ പുരാണം, മീനമാസത്തിലെ സൂര്യൻ, ഐസ്ക്രീം, ഈ 3 പടം ഞാനാണ്. അത് എന്നോട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. കാരണം മൂവിയായിട്ട് മാറി ഞാൻ. അല്ല, അതൊരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അത് അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിച്ചു. അത് പലരും ഇല്ലാതെ വരുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട്. അത് എനിക്കങ്ങനെ ഒരു ഇതല്ല. പണ്ട് ആലപ്പി അഷറഫാണ് നസീർ സാറിനെയും ജയനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തത്. ജയനെയൊന്നും എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയില്ല, നസീർ സാറിനെയും എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയില്ല. ഇപ്പം ഈ കൂടെയുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല. നസീർ സാറിനൊന്നും ചെയ്തിട്ടില്ല. ഒരു പടത്തിൽ ഞാൻ പ്രേം നസീറിനെ കാണാനില്ല എന്നൊരു സിനിമ വന്നു. അങ്ങനെ പ്രേം നസീറിനെ കാണാതാകുമ്പോൾ നസീർ സാറിൻ്റെ ഈ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പടം ഇട്ടിട്ട് അദ്ദേഹത്തിന് ഡബ് ചെയ്യാനായിട്ട് ഞാൻ വന്ന് ഡബ് ചെയ്യുമ്പോൾ പറയും, അല്ല അത് കുറച്ചുകൂടി ഇങ്ങനെ വേണം അങ്ങനെ വേണം. പറയും എനിക്ക് നസീർ സാറാകാൻ പറ്റില്ല, നസീർ സാറിൻ്റെ സ്റ്റൈല് വേറെയാണ്, ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യാൻ നോക്കുള്ളൂ, അത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്താൽ മതി ഡയറക്ടറോട് പറയുന്നു. അങ്ങനെ ഒരു സീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രേം നസീറിനെ കാണാനില്ല എന്നുള്ള ആൾക്കാർ. അത് പിന്നെ സിനിമ വന്നായിരുന്നു, സാറിൻ്റെ ശബ്ദം വന്നായിരുന്നു. വന്നിരുന്നു നമ്മളെ വന്നിരുന്നു. ഡെനിൻ്റെ ആയത് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. പക്ഷെ അതിനകത്ത് പെർഫെക്ഷൻ വരുത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, അത് നസീർ സാറിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണത്. അത് ചില ആൾക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി ഇവർക്കെല്ലാം ചെയ്യുന്നത് പ്രത്യേക സ്റ്റൈലാണ്. ഞാൻ ആദ്യകാല പടങ്ങൾ സുരേഷ് ഗോപിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് യുവജനോത്സവം, പിന്നെ നന്ദി വീണ്ടും വരിക, ഇങ്ങനെയുള്ള പടങ്ങളിൽ ഞാൻ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കൊണ്ടാണെന്ന് അറിയില്ല, ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. തമ്പി സാറായിരുന്നു യുവജനോത്സവത്തിൻ്റെ ഡയറക്ടർ, ശ്രീമാൻ തമ്പി സാർ. അദ്ദേഹം എന്നെക്കൊണ്ടാണ് ചെയ്യിച്ചത്. അതുപോലെ മറ്റത് വിശ്വംഭരൻ ആയിരുന്നു ഡയറക്ടർ. അദ്ദേഹം ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് കൊള്ളില്ല എന്നുള്ളതല്ല, കുറച്ചുകൂടെ മെച്യൂരിറ്റി വേണമെന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ശബ്ദത്തിന് നേസൽ സംഭവമുണ്ട്, മൂക്ക് വെച്ച് പറയുന്നതല്ല. അതുകൊണ്ടാണ് മാറ്റിയത്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ ഡബ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് എനിക്ക് ഓർമ്മയില്ല, അതന്നെ ചെയ്തു എന്നേ ഉള്ളൂ. അന്നത്തെ ഞാനാ ചെയ്തത്. ഈ നന്ദിയും വീണ്ടും വരിയൊക്കെ ഞാനാ ചെയ്തത്. അപ്പോൾ സുരേഷ് ഗോപി എങ്ങനെ പഠിച്ചു അദ്ദേഹത്തിന്റെ ശബ്ദം? അല്ല, സുരേഷ് ഗോപി എൻ്റെ കൂടെ കാറിൽ, എനിക്ക് കാറുണ്ട്, എൻ്റെ കൂടെ കാറിൽ കയറി വന്ന് ഞാൻ ഡബ് ചെയ്യുന്ന കണ്ടു. പുള്ളി കണ്ടു. ആദ്യം ഡബ് ചെയ്തിട്ട് അത് ശരിയാകത്തോടാണ് തമ്പി സാർ പറഞ്ഞു ഈ ഹരി ഒന്ന് ഡബ് ചെയ്യുമെന്ന് പറഞ്ഞു. കണ്ടോ, അപ്പം ഇങ്ങനെ ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടോ? അപ്പം നിങ്ങൾ വളർന്നു വരുന്ന ഒരു കലാകാരനാണ്, അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ബുദ്ധി. പിന്നെ നിങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങളത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഹരിയെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ തയ്യാറായി. ബേസിക്കലി എനിക്ക് ചെയ്യാൻ പറ്റി. ഇതെല്ലാം മാറി അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സംഭവമുണ്ട്. ഈ ക്യാപ്റ്റൻ്റെ പടങ്ങളും ഞാൻ ചെയ്തത് അങ്ങനെ തന്നെയാണ്. ക്യാപ്റ്റൻ രാജശേഖരനും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വോയിസ് ഇനി മുതൽ നിങ്ങൾ പറയണം, ക്യാപ്റ്റൻ രാജുവും കൂടെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊടുക്കാൻ തുടങ്ങിയത്. നല്ല ശബ്ദം. പുള്ളിക്ക് ആ സൈസിനൊത്ത വോയിസ് ഇല്ല. അത് പലരും പറയുന്നുണ്ട്, എനിക്കതിനെപ്പറ്റി ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. ഞാൻ ആദ്യം ചെയ്ത ആവനാഴി എന്നൊരു പടമാണ്, ശോഭരാജ് ആയിട്ട് അഭിനയിച്ചത്. IV ശശി സാറിൻ്റെ പടത്തിൽ, മമ്മൂട്ടിയൊക്കെയുള്ള പടത്തിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ചത് പുള്ളിയാണ്. ആ പുള്ളിക്ക് ആദ്യം തുടങ്ങുന്നത് ആവനാഴി എന്നാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി ഒന്നാണ് ഞാൻ ഈ നാടോടിക്കാറ്റിൽ ഭവനായി ശവമായി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ക്യാപ്റ്റൻ രാജുവിന് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കോംപ്ലക്സ് ആരൊക്കെയോ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്തോ പറഞ്ഞ് അത് ഹരിയുടെ ശബ്ദം കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരം വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യില്ല, ഇനി അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തു, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്, ഇനി ഞാൻ ചെയ്യില്ല. ഇനി ആര് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല, സോറി.
എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയുണ്ടായി. ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ ആരെയും ഒരു എന്താ പറയുന്നത്, ഒരു മോശമായ രീതിയിലല്ല പറഞ്ഞത്. വേണ്ടാന്ന് പറഞ്ഞ ചെയ്യില്ല. ഞാൻ അങ്ങോട്ട് വരഞ്ഞു കയറി ആരോടും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ല. ഡയലോഗിൽ ഇപ്പോഴും മലയാളിക്ക് കാണാൻ പാടും, നാടൻ തോക്ക് വേണം, മലപ്പുറം കത്തി വേണമെന്നൊക്കെ ചെയ്യുന്നത്. അത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. അന്ന് നല്ല ഒരു മൂഡിലാണ് പറഞ്ഞത്. ഒരു 10-12 ടേക്ക് എടുത്തതിന് ശേഷമാണ് വന്ന് ശ്രീനിവാസൻ്റെ ഡയലോഗ് എനിക്ക് പറയാൻ സാധിച്ചു. പിന്നെ ശ്രീനിവാസൻ ആദ്യമായിട്ട് അഭിനയിച്ച എൻ്റെ പടത്തില്ല, ഞാൻ ഹീറോ ആയിട്ട് വരും, മണിമുഴക്കം എന്നുള്ള പടത്തില്ല. 74 ഞാൻ പി എ ബക്കറിൻ്റെ പടത്തിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ വേഷം അഭിനയിക്കാനാണ് ശ്രീനിവാസൻ വരുന്നത്, അനാഥാലയത്തിലൊരു പയ്യനായിട്ട്. അതാണ് ശ്രീനിവാസനും ആയിട്ടൊരു ബന്ധം. അങ്ങനെയാണ് ആ പടത്തിൽ വരുന്നത്. അതെ, മെലിഞ്ഞുണങ്ങിയ രൂപ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ശരീരമൊക്കെ റെഡ്യൂസ് ചെയ്താൽ വന്നു ആ പടത്തിൽ അഭിനയിക്കാൻ വന്നു. എൻ്റെ വളരെ തടിച്ചൊരു ശരീരമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ശരീരമൊക്കെ, ഇപ്പോഴാണ് പലരും ശരീരമൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ്. അന്നേ ഞാൻ റെഡ്യൂസ് ചെയ്ത് അഭിനയിച്ചതാണ്. അല്ല, നമ്മൾ അഭിനയത്തെ പറ്റി പറയുമ്പോൾ അന്ന് കുറേ സിനിമകൾ സാർ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കുറേ നായക അഭിനയം വിട്ടത്. പിന്നെ അഭിനയം വിട്ടതല്ല, ഞാൻ ആദ്യം ഹീറോ ആയ പടമാണ് ഉദ്യാനലക്ഷ്മി, മെറിലാൻഡ് സ്റ്റുഡിയോയിൽ. ഞാൻ തുടങ്ങുന്ന 1953 ബാലനടനായിട്ട് ഞാൻ വന്നു. നസീർ സാറിൻ്റെ ഭാഗം അഭിനയിച്ചാണ് തുടങ്ങുന്നത്. മെല്ലാൻ സുബ്രഹ്മണ്യം മുതലാളിയാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു. അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം ബാല്യസഖി, ഹരിചന്ദ്ര, മന്ത്രവാദി, ഇങ്ങനെ കുറേ അവരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള സിനിമകളിലും ചെറുതും വലുതുമായിട്ടുള്ള പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഭാര്യയില്ലാത്ത രാത്രി എന്നൊരു പടത്തിന് ഞാൻ അഭിനയിച്ചു, മെല്ലാൻറ്റിൻ്റെ. അപ്പോൾ അതിനകത്ത് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ രാഘവനും ഞാനും കൂടെ അഭിനയിച്ചു. ഉദയചന്ദ്രികയായിരുന്നു നായിക. അത് ഹീറോയുടെ കൂട്ടുകാരനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. രാഘവനായിരുന്നു ഹീറോ. അപ്പോൾ അതിനകത്ത് നല്ലൊരു പാട്ട് എനിക്കുണ്ടായിരുന്നു. താരുണ്യത്തിൻ പുഷ്പകിരീടം താഴികക്കുളന്ന് യേശുദാസ് പാടി ദേവരായ മാസ്റ്റർ ട്യൂൺ ചെയ്തൊരു പാട്ട്. അത് നല്ല ഹൈലൈറ്റായിട്ട് മാറും അന്നത്തെ. അത് ആ പാട്ട് വരുമ്പോഴൊക്കെ തിയേറ്ററിൽ കയ്യടി വരാൻ തുടങ്ങി. അത് ഇദ്ദേഹം അറിഞ്ഞു, സുബ്രഹ്മണ്യം മുതലാളി അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം, ഞാനൊരിക്കൽ സുബ്രഹ്മണ്യം മുതലാളിയെ കാണാൻ ചെല്ലുമ്പോൾ പറഞ്ഞു, അടുത്ത പടത്തിൽ ഹരിയാണ് നായകൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുതലാളി തമാശ പറയുക, കാരണം എനിക്ക് ഹീറോ ആണെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇല്ല, യു ആർ ദി ഹീറോ. അവിടെ ഞാൻ കാലിൽ വീണു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അങ്ങനെയാണ് ഉദ്യാനലക്ഷ്മി നായകനാകുന്നത്. എൻ്റെ നായികയായിട്ട് റാണി ചന്ദ്രയാണ് അഭിനയിച്ചത്. പിന്നെ അതിനകത്തുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഇപ്പം മെല്ലാൻ സ്റ്റുഡിയോയിൽ വരാത്ത പോയ കുതിരവട്ടം പപ്പു, ശങ്കരാടി, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അഭിനയിപ്പിച്ചു. പക്ഷെ ആ പടം വേണ്ട വിധത്തിൽ വിജയിച്ചില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മണിമുഴക്കം അഭിനയിക്കുന്നത്. അങ്ങനെ പല പടങ്ങളും ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ച് വന്ന് മദ്രാസിലേക്ക് ഞാൻ ചേക്കേറി. 78-79 കാലഘട്ടങ്ങളിലാണ് ഞാൻ ശങ്കരനായർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത് ഹീറോ ആയിട്ട്. വീരഭദ്രൻ, കൽക്കി എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ വീരഭദ്രൻ വന്നിട്ട് വീട്ടിൽ നന്ദകുമാറിൻ്റെ നോവലായിരുന്നു കുങ്കുമ അവാർഡൊക്കെ കിട്ടിയത്. അതിനകത്ത് ഞാൻ പ്രധാന വേഷം ഞാൻ നായകനായിട്ട് അഭിനയിച്ചു. കൽക്കി എന്നുള്ളത് മലയാറ്റ രാമകൃഷ്ണൻ്റെ കഥയായിരുന്നു. അതിലും നായകനായിട്ട് ഞാൻ തന്നെയാണ് അഭിനയിച്ചത്. ഈ 2 പടം എൻ്റെ മനസ്സിലൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. ഈ 2 പടവും പരാജയപ്പെട്ടു. അതിനിടയ്ക്ക് ഞാനൊരു പടം അഭിനയിച്ചു, നമ്മുടെ ന്യൂസ് പേപ്പർ ബോയ് എടുത്ത രാമദാസ് സാറിൻ്റെ പടത്തിൽ വാടക വീട്ടിൽ യാത്രചി എന്ന് പറഞ്ഞു. അതിലും നായകൻ ഞാനായിരുന്നു. ശുഭയായിരുന്നു നായികയായിട്ട് അഭിനയിച്ചു. അതും വിജയിച്ചില്ല. അപ്പോൾ അങ്ങനെ ഈ പടങ്ങൾ പരാജയപ്പെട്ട് തുടങ്ങിയപ്പോൾ ഒരു ഭാഗ്യം കെട്ട നടന്നതല്ല, ഞാനിതിന് ആപ്റ്റല്ലേ, എന്നെ അംഗീകരിക്കുന്നില്ലേ. കഥയുടെ പ്രശ്നമാണ്. അത് അന്നത്തെ കാലത്ത് ഈ ഇവരുടെയൊക്കെ അതിപ്രസരം ഉണ്ടായിരുന്നു. ജയൻ്റെയും നസീർ സാറിൻ്റെയും ഒക്കെ, സത്യം മാഷല്ല, ഇവരുടെയൊക്കെ അതിപ്രസരം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ നായകനെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നാം. നസീറും മതി അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ മാറിയപ്പോൾ ഞാനൊരു ഇതിന് ആപ്റ്റല്ല എന്നൊരു തോന്നൽ വന്നു. തിരിച്ച് വണ്ടി കയറാം എന്നുള്ള നിലയിൽ ഞാൻ മദ്രാസിൽ നിന്ന്, അന്ന് ഫാമിലിയുണ്ട്, തിരിച്ചു വരാനുള്ള പരിപാടിയിട്ടു. കാരണം സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അടൂർ വാസിയുടെ ചേട്ടൻ ചന്ദ്രാജി എന്ന് പറയും, അദ്ദേഹം നടനുമൊക്കെയാണ്. അപ്പോൾ എന്നെ അറിയാം, ഞാൻ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുള്ളതൊക്കെ അറിയാം. ഈ മണിമുഴക്കമൊക്കെ അദ്ദേഹം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഹരിക്കൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിക്കൂടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡബ്ബിങ് ആർട്ടിസ്റ്റ് എൻ്റെ ശബ്ദം വേറൊരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അതല്ല, ഹരിക്ക് നല്ലൊരു ശബ്ദമുണ്ട്, ചെയ്യാം. അത് നമ്മുടെ രവിയെ നോക്ക്,
അതാ ഇപ്പോൾ കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുളത്തുപ്പുഴ രവിയെ കണ്ടില്ലേ? രവീന്ദ്രൻ മാഷ്. ഞാൻ വരും, എന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു ഡോക്യുമെൻ്ററിയാണ് ആദ്യം ഡബ് ചെയ്യുന്നത്, കൂടിയാട്ടം. അത് ഞാൻ കമൻ്ററി പറഞ്ഞു, അത് നാഷണൽ അവാർഡ് കണ്ടു കിട്ടി ആ ഡോക്യുമെൻ്ററി. പിന്നെ ഞാൻ ചെയ്യുന്ന പടം ചട്ടമ്പി കൃഷ്ണൻ എന്നൊരു പടമാണ്. അതിനകത്തൊരു വില്ലൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അപ്പോൾ രവിയായിരുന്നു, ഈ കൊടുത്തപ്പോൾ രവിയായിരുന്നു നായകന് ശബ്ദം കൊടുത്തത്. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു, ഇയാൾ വില്ലനല്ല, ഹീറോയ്ക്കാണ് ഇയാളുടെ ശബ്ദം ആപ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അഭയദേവ് സാറിനോട് പോയി പറയും. അങ്ങനെ ഞാൻ ഹീറോ വോയിസിലേക്ക് മാറുകയും ചെയ്യുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞ പടമാണ് ഞാൻ ആദ്യം നായകൻ. അത് ചിരഞ്ജീവിയായിരുന്നു. ആ പടം സൂപ്പർ ഹിറ്റായി. പിന്നെ ചിരഞ്ജീവിയുടെ തുടർച്ചയായിട്ട് ഒരു 60 പടത്തോളം ഞാൻ ചെയ്തു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമ വിട്ട് അഭിനേതാവ് എന്ന രീതിയിൽ വിട്ട് ഡബിങ് ആർട്ടിസ്റ്റ് മാറിയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് വിഷമം. കാരണം ഈ രംഗത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. പിന്നെ ഈ ക്യാരക്ടേഴ്സ് എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും എനിക്ക് കിട്ടും. എനിക്ക് ഐഡന്റിറ്റി ഇല്ലല്ലോ സാർ, ഡബിങ് ആർട്ടിസ്റ്റിന് ഐഡന്റിറ്റി വരുന്നില്ലല്ലോ. ഇല്ല, എങ്കിലും ഞാൻ മനസ്സിൽ കണ്ട കഥാപാത്രങ്ങൾ എനിക്ക് മറ്റുള്ളൊരു വേറൊരു രൂപത്തിൽ കൂടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നു. ഹീറോ ആയില്ലെങ്കിലും, ഹീറോയായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ ശബ്ദമെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നൊരു മാനസിക സംതൃപ്തി എന്നിലെ കലാകാരനിലുണ്ടായി. അപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങി.